ഹലോ അസ്സാം വലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. എൻ്റെ നാട്ടിലെ മറ്റൊരു സുന്ദരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. എൻ്റെ നാട്ടിലെ SSF സംഘടന നടത്തിയ നബിദിന സന്ദേശ റാലിയാണ് ഈ പോകുന്നത്. റബീഉൽ അവൽ മാസപ്പിറവി കാണുന്നതിന് 1-2 ദിവസം മുന്നേ നബിദിന സന്ദേശ റാലിയുമായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും ഇതേപോലെ പോവാറുണ്ട്. സന്ദേശം എന്നാൽ എത്തിക്കുക എന്നാണല്ലോ. റബീഉൽ അവൽ തുടങ്ങുന്നതിന് മുന്നേ ഒരു സന്ദേശവുമായിട്ടാണ് നമ്മളിലേക്ക് ഈ ഒരു വാഹന റാലി കടന്നു വരുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിനരാത്രങ്ങൾ ഹബീബിൻ്റെ മദുഹുകളും പാട്ടുകളുമായിട്ട് നിങ്ങൾ നടക്കണേ എന്ന സന്ദേശമാണ് ഈ ഒരു വാഹന റാലി നമുക്ക് നൽകുന്നത്. ഓരോ വർഷവും കടന്നു വരുന്ന റബീഉൽ അവൽ മാസത്തിൽ മാത്രമല്ല നമുക്ക് റസൂലുള്ളാഹിനെ ഓർമ്മ വരേണ്ടത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം, അത് കാണിച്ചു തന്നത് ആരാണെന്നുള്ളത്. പേരുകൊണ്ട് മുസ്ലിം ആവാൻ ആർക്കും പറ്റും, പക്ഷേ ജീവിതത്തിലെ പ്രവൃത്തികൾ കൊണ്ട് മുസ്ലിം ആവാൻ എല്ലാവർക്കും പറ്റണം എന്നില്ല. അൽ അമീൻ എന്ന ഓമന പേര് നമ്മുടെ നബിക്ക് കിട്ടിയത് ഒരിക്കൽ പോലും കള്ളം പറയാത്തത് കൊണ്ടാണ്. ഒരിക്കൽ പോലും നേരിൽ കാണാത്ത റസൂലിനെ നമ്മൾ എത്രമാത്രം പ്രണയിക്കുന്നു. എന്തുകൊണ്ടാണ് റസൂലിനെ നമ്മൾ ഇത്രമാത്രം പ്രണയിക്കുന്നത്? പണം കൊണ്ടും കുടുംബമഹിമ കൊണ്ടും ആഡംബരമായ ജീവിതം നയിക്കാമായിരുന്നിട്ടും ജീവിതം എങ്ങനെ ആവണമെന്ന് നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ നബിയാണ്. റബീഉൽ അവൽ എത്തുമ്പോൾ റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിൽ പെട്ടവർ തന്നെ നമ്മൾ വിമർശിക്കാറുണ്ട്. ഇതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്, ബിദ്അത്താണ്, ഇതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നവരോട് നമ്മൾ പറയണം, ഭ്രാന്തനെ നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്, കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. നമ്മൾ എന്തൊക്കെ തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുത്താലും അവർക്ക് മനസ്സിലാവുകയില്ല. നമുക്കിറക്കപ്പെട്ട വേദഗ്രന്ഥമായ ഖുർആൻ മാത്രം നോക്കിയിട്ടാണ് ഇതുപോലുള്ള വ്യക്തികൾ നമ്മളോട് സംസാരിക്കാറുള്ളത്. ഇതിനെപ്പറ്റിയുള്ള ഹദീസുകളും ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ചെറിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. നബിദിനത്തിൻ്റെ പേരിൽ എന്ത് തോന്നിയവാസവും ആവാം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന നാടുകൾ നമ്മുടെ ഇടയിലുണ്ട്. വളരെ മോശമായ രീതിയിൽ നബിദിനം ആഘോഷിക്കുന്നവരെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമർ ബിൻ ഖത്താബിനെ പോലെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ റസൂലിനെ പ്രണയിക്കാൻ നമുക്ക് പറ്റില്ല. പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രണയിക്കുക. എൻ്റെ വാക്കുകൾ കൊണ്ട് ആരെയെങ്കിലും ചെറുതായിട്ടെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഉറപ്പില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ കൊച്ചു വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.